ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യമാണ് ഈ മനോഹരമായ വാഗ്ദത്തം. നിത്യനായ ദൈവം ദാനിയേൽ പ്രവാചകന് വാഗ്ദത്തം നൽകുകയാണ്. ഇതിനു മുൻപ് നാം കണ്ടത് ദാനിയേൽ പ്രവാചകൻ അനേകരെ നീതിയിലേക്ക് തിരിക്കുന്ന മഹത്തായ പ്രൊഫഷൻ ഏറ്റെടുത്തു എന്നാണ്. ഔദ്യോഗികമായി ദാനിയേൽ പ്രവാചകൻ പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രസിഡൻ്റാണ്. 3 അധ്യക്ഷന്മാരുള്ളതിൽ ഒന്നാമനായി വിളങ്ങിയ ശ്രേഷ്ഠനായ ഏറ്റവും ഉയർന്ന പദവിയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ദാനിയേൽ പേർഷ്യൻ സാമ്രാജ്യത്തിൽ. എന്നാൽ അതിനേക്കാൾ ഉന്നതമായ ഒരു വലിയ പദവിയുള്ള ജോലി ദാനിയേൽ പ്രവാചകൻ ചെയ്തു. അതെന്താണ്? ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നതിന് പ്രവാചകൻ തൻ്റെ ജീവിതം വേർതിരിച്ചു. തൻ്റെ ജീവിതം നിത്യനായ ദൈവത്തെ സേവിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ മാറ്റിവെച്ചു. ഔദ്യോഗിക ജീവിതം ഉഴപ്പിയിട്ടല്ല, ഔദ്യോഗിക ജീവിതത്തിൽ അലസത വരുത്തിയിട്ടല്ല, ഔദ്യോഗിക ജീവിതത്തെ മാറ്റിവെച്ചിട്ടല്ല. എന്നാൽ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ കൂടെ ഏറ്റവും പ്രധാനമായി എല്ലാ ജോലിയും വിശ്വസ്തമായും കാര്യക്ഷമമായും നിർവഹിക്കുന്ന കൂടെ തന്നെ ദൈവത്തിൻ്റെ വേല പ്രവാചകൻ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ദൈവം കൊടുത്ത വാഗ്ദത്തം, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും ഇന്നും എന്നേക്കും പ്രകാശിക്കുമെന്ന്. എന്നാൽ ദാനിയേൽ പ്രവാചകന് ദൈവം ഒടുവിലായൊരു വാഗ്ദത്തം നൽകുന്നു. അതെന്താണ്? 12-ാം അധ്യായം 13-ാം വാക്യം. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ
ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. പൊസഷൻ, വലിയൊരു സമ്പത്ത് കിട്ടുകയാണ്, വലിയൊരു ഓഹരി കിട്ടുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെ ഓഹരി ഈ ദാനിയേൽ പ്രവാചകന് ലഭിക്കുന്നു എന്നാണ് പറഞ്ഞത്. വെറുതെയാണോ പ്രവാചകനെ ദൈവം വിളിച്ചത്? ഏറ്റവും പ്രിയപുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് ദൈവത്തിൻ്റെ പ്രിയപുരുഷന് മഹത്തായ ഓഹരി ദൈവം കൊടുക്കുകയാണ്. അതിശ്രേഷ്ഠമായ ഓഹരി, സ്വർഗീയ പിതാവിൻ്റെ സമ്പത്തിൻ്റെ ഓഹരി. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. കാലാവസാനത്തിങ്കൽ നീ എഴുന്നേറ്റ് വരും. അതുവരെ നീ വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനം വരെ നീ വിശ്രമിച്ചു കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ഓഹരിയുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഓഹരിയുണ്ട്. അതറിഞ്ഞുകൊണ്ടാണ് ദാവീദ് രാജാവ് ഒരിക്കൽ പാടിയത്. 16-ാം സങ്കീർത്തനത്തിൽ അങ്ങനെയാണ് ദാവീദ് പാടിയത്. എന്താണ് പാടിയത്? എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന് യഹോവയെ ഞാൻ വാഴ്ത്തും. അളവുനൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു. അളന്ന് ദൈവം എനിക്ക് മനോഹരദേശത്ത് ഓഹരി തരികയാണ്. അളവുനൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു. എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന് യഹോവയെ ഞാൻ വാഴ്ത്തും. ഈ നല്ല സമ്പത്ത് ലഭിക്കുന്നതിനുള്ളതായ ബുദ്ധി ദൈവമേ നീ എനിക്ക് തന്നു. ഞാനൊരു പാവം ആട്ടിടയനായിരുന്നു. ദാവീദ് അങ്ങനെയാണ് പറയുന്നത്. ഞാൻ നിസ്സാരനായിരുന്നു, ഞാൻ സാധുവായിരുന്നു, ഞാൻ ആർക്കും വിലയില്ലാത്തവനായിരുന്നു, സ്വന്തം വീട്ടിൽ അപ്പനോ ചേട്ടന്മാരോ മാനിക്കാത്തവനായിരുന്നു. എൻ്റെ ആകെയുള്ള തൊഴിലെന്ന് പറയുന്നത് ആട് നോക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ കിടന്നുകൊണ്ടിരുന്നത് ആട്ടിൻ തൊഴുത്തിൻ്റെ വാതുക്കലാണ്. ജീവിതം വിരസമായും ജീവിതം പ്രാരബ്ധപൂർണമായും വലഞ്ഞ ഒരു യൗവനകാലമാണ് എനിക്കുള്ളത്. എന്നാൽ നിത്യനായ ദൈവം എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നു. ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവ വേല ചെയ്യുവാൻ, ദൈവത്തിനായി ജീവിതം വേർതിരിക്കാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. എനിക്ക് നല്ല ബുദ്ധി ദൈവം ഉപദേശിച്ചു തന്നു. എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന് യഹോവയെ ഞാൻ വാഴ്ത്തും. അളവുനൂൽ എനിക്ക് മനോഹരദേശത്ത് വീണ്ടിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, ഈ ഭൂമിയിൽ ഞാൻ രാജകീയമായ സ്ഥാനത്തെത്തി എന്നുള്ളത് ശരിയാണ്, ദൈവം എന്നെ ഉയർത്തി എന്നുള്ളത് ശരിയാണ്, എനിക്ക് രാജകീയ കിരീടം തന്നു എന്നുള്ളത് ശരിയാണ്, രാജകീയമായ ചെങ്കോൽ പൊൻചെങ്കോൽ എൻ്റെ കരത്തിൽ പിടിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്, രാജകീയ സിംഹാസനത്തിൽ എന്നെ ഇരുത്തി എന്നുള്ള സത്യമാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ വലിയൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ രാജ്യത്തിൽ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലും ദാനിയേലിൻ്റെ ജീവിതത്തിലും ഇത് ഒരേപോലെ കാണുന്നു. എന്താണ് കാരണം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവർക്ക്, ദൈവ വഴിയിലേക്ക് തിരിയുന്നവർക്ക് അവർക്ക് ദൈവം ഭാവികാല അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുകയാണ്. ദൈവം വാഗ്ദത്തങ്ങൾ തരികയാണ്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തു തരുന്ന വാഗ്ദത്തം, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ഈ വേദപുസ്തകം വായിച്ചു നോക്കണം. വേദപുസ്തകം വായിക്കുമ്പോൾ അനേകം ഭക്തന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കാണാം. നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങളോട് ദൈവം പറയുന്നത് എന്തായെന്ന് നിങ്ങൾക്ക് കാണാം. ദൈവം നിങ്ങൾക്ക് തരുന്ന വ്യക്തിപരമായ വാഗ്ദത്തം എന്തായെന്ന് നിങ്ങൾക്ക് ഈ തിരുവചനത്തിൽ നിന്ന് കാണാം. തിരുവചനം വായിക്കുമ്പോൾ, വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ഉള്ളറകളിലേക്ക് നിങ്ങളുടെ ഹൃദയം കടന്നു ചെല്ലും. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയം പ്രവേശിക്കും. അപ്പോൾ നിങ്ങൾക്ക് രത്നഖനികളിൽ നിന്ന് രത്നം വാരിയെടുക്കുന്നത് പോലെ നിങ്ങൾക്ക് സ്വർഗീയ സമ്പത്ത് വാരിയെടുക്കാൻ കഴിയും. ആഴത്തിലേക്ക് കുഴിച്ചിറങ്ങി ചെല്ലുമ്പോൾ ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ ഈ വചനം വായിക്കണം, നിങ്ങൾ ഈ വചനം ധ്യാനിക്കണം. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളണം. വചനം നിങ്ങൾ ഹൃദയസ്ഥമാക്കണം. വചനം നിങ്ങളുടെ നാവിൽ ഉരുവിടണം. നിങ്ങൾ ഏകാന്തത്തിൽ ഇരിക്കുമ്പോൾ, അല്ല പക്ഷേ യാത്ര ചെയ്യുമ്പോൾ, അപ്പോൾ അല്ല നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, അല്ല നിങ്ങൾ ഊഴഴിക്കാതിരിക്കുമ്പോൾ, അപ്പോഴെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ വചനം തിളച്ചുകൊണ്ടിരിക്കുക. വചനം ഉള്ളത്തിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുക. വചനം നിങ്ങളെ നയിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. ആകുലങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈ വചനം ഓർക്കാം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും.
നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ആകുലങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാം, ഞാൻ പഠിക്കുന്ന കാലത്ത്, ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഓരോ പരീക്ഷയ്ക്കും പഠിക്കുമ്പോൾ അപ്പോഴെല്ലാം ഞാൻ ഉരുവിടാനുള്ളൊരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ഈ വാക്യം ഞാൻ വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ടിരുന്നു, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. കഷ്ടപ്പാടുകൾ വരുമ്പോൾ, മനസ്സ് ദുഃഖിതമാകുന്ന സന്ദർഭങ്ങളിൽ ഞാൻ പറയാറുണ്ട്, ഏറ്റുപറയാറുണ്ട്, ഞാൻ ഉച്ചരിക്കാറുണ്ട്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പരീക്ഷയ്ക്ക് പോകുമ്പോൾ, പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. വചനത്തിൻ്റെ രത്നഖനികൾ, പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ സ്വർണ്ണഖനികൾ, നിങ്ങൾ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണം. വചനത്തിൻ്റെ ആന്തരാത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലണം. വചനം നിങ്ങൾക്ക് മധുരമായി തീരും. വചനം നിങ്ങൾക്ക് ആനന്ദമായി തീരും. വചനം നിങ്ങളെ പുളകം കൊള്ളിക്കും. വചനം നിങ്ങളെ കോവയിൽ കൊള്ളിക്കും. വചനം നിങ്ങളുടെ കണ്ണിൽ കണ്ണുനീർ നിറയ്ക്കും. വചനം നിങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം ത്രസിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളത്തിൽ ആനന്ദം ഇങ്ങനെ വേലിയേറ്റം കൊള്ളും. നിങ്ങൾ സന്തോഷം നൃത്തം ചെയ്യാൻ തുടങ്ങും. കരുണയുള്ള കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ വചനം ദാനിയേലിന് ലഭിച്ചു. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ കാലാവസാനത്തിങ്കൽ എഴുന്നേറ്റ് വരും, നിനക്കന്ന് എൻ്റെ ഓഹരി ലഭിക്കും. മകനെ, നിനക്ക് ഞാൻ ഓഹരി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വേല ചെയ്തവനെ, എൻ്റെ പ്രിയപുരുഷനായി നിന്നവനെ, നിനക്ക് ഞാനൊരു ഓഹരി വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിൻ്റെ വേലക്കാരായാൽ, അവന് പ്രസാദകരമായ ജീവിതം നയിച്ചാൽ നമുക്കൊരു ഓഹരിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അവരൊരു അവകാശം വെച്ചിട്ടുണ്ട്. നിങ്ങൾ മറക്കരുത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അവകാശമാണ്. ഇത് കെട്ടുകഥയാണെന്ന് തോന്നണ്ട, ഇത് ഊഹാപോഹമാണ് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്ക് നല്ലൊരു അവകാശം വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വിലയില്ലാത്തവരാണ്. ഇവിടെ നിങ്ങൾക്ക് മാനമില്ല. ഇവിടെ നിങ്ങൾക്ക് ആരുടെയും ഗൗനിപ്പില്ല. ആരും നിങ്ങളെ വിലമതിക്കുന്നില്ല. ഇവിടെ ചിലർ നിങ്ങളെ വില കെടുത്തുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവനെ, നീ വിലയേറിയനായി അറിയപ്പെടാൻ പോകുകയാണ്. എവിടെയാണത്? അത് സ്വർഗത്തിലാണ് നീ വിലയേറിയനായി അറിയപ്പെടാൻ പോകുന്നത്. സ്വർഗത്തിലെ മാലാഖമാർക്ക് ഇന്ന് നീ പരിചിതനാണ്. നിനക്കറിയാമോ? ദൈവവൈദ്യരെ, നിനക്കറിയാമോ? സ്വർഗത്തിലെ മാലാഖമാർക്ക് നിന്നെ വളരെ പരിചയമാണ്. ദൈവത്തിന് സ്തോത്രം. മാലാഖമാരെ നാം കണ്ടിട്ടില്ല, നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. പക്ഷേ സ്വർഗത്തിലെ മാലാഖമാർക്ക് നീ വളരെ പരിചയമുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ജീവനുള്ള ദൈവം നിന്നെ ഓർക്കുന്നുണ്ട്. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. ആരാണിത് പറഞ്ഞത്? ദാവീദ് പണ്ട് പറഞ്ഞതാണ്. ഞാൻ എളിയവനാണ്, ഞാൻ ദരിദ്രനാണ്, പക്ഷെ എന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. എന്നെ വിചാരിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. എന്നെ തന്നെ ഓർക്കുന്ന ദൈവം, എൻ്റെ കാര്യം നോക്കുന്ന ദൈവം, എൻ്റെ കാര്യം അന്വേഷിക്കുന്ന ദൈവം, എൻ്റെ മക്കളുടെ കാര്യം നോക്കുന്ന ദൈവം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്ന ദൈവം, എൻ്റെ രോഗത്തിൻ്റെ കാര്യം നോക്കുന്ന ദൈവം, എൻ്റെ ചികിത്സയുടെ കാര്യം നോക്കുന്ന ദൈവം, എൻ്റെ ഇരിപ്പും നടപ്പും നോക്കുന്ന ദൈവം, എന്നെ പരിപാലിക്കാൻ ബന്ധപ്പെടുന്ന ദൈവം, എന്നെ ശുശ്രൂഷിക്കാൻ, എന്നെ പരിചരിക്കാൻ, എന്നെ കാവൽ ചെയ്യാൻ, എന്നെ സംരക്ഷിക്കാൻ, എനിക്ക് ചുറ്റും പരിപാലന വലയം സൃഷ്ടിക്കുന്ന നിത്യനായ സ്നേഹനിധിയായ ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ നല്ലവനായ ദൈവത്തെ നിങ്ങളുടെ സ്നേഹിതനായി നിങ്ങൾക്ക് ലഭിച്ചുവോ? ഈ നല്ലവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ നാഥനായി നിങ്ങൾ കിട്ടിയോ? ഈ ക്രിസ്തുവുമായി ഒരു സ്നേഹത്തിന്റെ ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവോ? ഒരു അഭേദ്യമായ സ്നേഹബന്ധം, ദൃഢമായൊരു സ്നേഹബന്ധം, ഗാഠമായൊരു സ്നേഹബന്ധം നിങ്ങൾക്ക് ക്രിസ്തുവുമായി ലഭിച്ചുവോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനിയും വൈകണ്ടായെന്ന് ഞാൻ പറയും. ഇനിയും താമസിക്കരുത്. ക്രിസ്തുവുമായൊരു ബന്ധം, ആ ബന്ധത്തിന്റെ ചരട് ഏതാണ്? അത് വചനമാണ്. ആ വചനം ഏതാണ്? അത് ക്രിസ്തുവിന്റെ നാവാണ്. ആ വചനം ഏതാണ്? അത് പരിശുദ്ധാത്മാവിന്റെ തീയാണ്. ആ വചനം എന്താണ്? അത് മനുഷ്യന്റെ ഹൃദയത്തെ കത്തുപിടിപ്പിക്കാൻ തീയാണ്. എന്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നുണ്ട്. 39 സങ്കീർത്തനത്തിൽ, ഞാൻ ഉരിയാടാതെ മൗനമായിരുന്നു, എൻ്റെ ഉള്ളിൽ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു.
ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് തീയ്, വചനത്തിന്റെ അഗ്നി ഉള്ളത്തിൽ കത്തുമ്പോൾ നാം എടുത്ത് സംസാരിച്ചു പോകും, നാം മിണ്ടിപ്പോകും, നാം പറഞ്ഞു പോകും. അത് അടക്കി വെക്കാനുള്ളതല്ല. അത് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ജ്വലിച്ച് കത്തി മിന്നി അത് പ്രശോഭിച്ച് അനേക ഹൃദയങ്ങളിലേക്ക് തീ പകരാനുള്ളതാണ്. നാവിന്മേൽ സ്വർഗത്തിന്റെ അഗ്നി വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പണ്ടുകാലത്ത് യെശയ്യാവിന്റെ ചുണ്ടിന്മേൽ സ്വർഗത്തിന്റെ അഗ്നി ഒടുവിച്ചില്ലേ? സ്വർഗത്തിലെ തീക്കനൽ തൊടുവിച്ചില്ലേ? ആ തീക്കനൽ നിങ്ങളുടെ നാവിന്മേൽ തൊടുവിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇത് നിന്റെ അധരത്തെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നെന്ന് അന്ന് യെശയ്യാവിനോട് പറഞ്ഞില്ലേ? യെശയ്യാ പ്രവാചകൻ അത് കേട്ടു. യെശയ്യാ പ്രവാചകന്റെ ചുണ്ടിന്മേൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തീക്കനൽ തൊടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിൻ്റെ തീക്കനൽ അത് ചുണ്ടിന്മേൽ തൊട്ടു. ചുണ്ടിന്മേൽ തൊട്ടത് അത് എങ്ങനെയാണ് തൊട്ടത്? മാലാഖ കൈകൊണ്ട് തൊടാൻ പേടിക്കുന്ന തീക്കട്ട, മാലാഖ അഗ്നിമയന്മാർ വിറയലോടെ ആരാധിക്കുന്ന തീക്കട്ട, അഗ്നിമയന്മാർ വിറയലോടെ കൊടി കൊണ്ട് എടുത്തുകൊണ്ട് പറന്നു വന്ന് ഈ യെശയ്യാവിൻ്റെ ചുണ്ടിന്മേലങ്ങ് തൊടുവിച്ചു. പറഞ്ഞു, ഇത് നിൻ്റെ അധരത്തെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഈ ഭാഗ്യം വേണമോ? ഈ സ്വർഗത്തിലെ തീക്കനൽ തുടർന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അകൃത്യവും നീങ്ങി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് വെച്ചിട്ടും ചില ചിന്തകൾ എന്നെ അലട്ടുന്നുണ്ടല്ലോ കർത്താവേ, ചില വികാരങ്ങൾ എന്നിൽ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ടല്ലോ കർത്താവേ, ചില കോപങ്ങളും ഈർഷ്യകളും മുഷിച്ചിലുകളും എൻ്റെ കർത്താവേ വേണ്ട നീ ഓർത്തിട്ടും അതെന്നിൽ നിന്ന് മാറുന്നില്ലല്ലോ കർത്താവേ. ചില അഴുക്ക് ചിന്തകൾ, ചില അശുദ്ധമായ മോഹങ്ങൾ, ചില ഏറ്റവും ഹീനമെന്ന് പുറത്തു പറയാൻ അറയ്ക്കുന്നതായ പല ഹീനമായ വിചാരങ്ങൾ എൻ്റെ മനസ്സിലൂടെ പോകുന്നല്ലോ. ചില മത്സരങ്ങൾ കർത്താവേ, ചില അവിശ്വാസ ചിന്തകൾ, ചിലരെക്കുറിച്ചുള്ളതായ വലിയ പരാതികൾ, ചിലരെക്കുറിച്ചുള്ളതായ പരിഭവങ്ങൾ, ചിലരെയെല്ലാം എൻ്റെ കർത്താവെ ഞാൻ പ്രാഗിപ്പോയത്. അയ്യോ, ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നാണോ കർത്താവെ വന്നത്? അയ്യോ, ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്? ദൈവത്തിന് സ്തോത്രം. ദൈവവൈദ്യലേ നിനക്ക് പറഞ്ഞു തരാം. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. തീക്കനലും തൊട്ടാൽ മതി കേട്ടോ. സ്വർഗത്തിൻ്റെ തീക്കനൽ നിന്നെ ഒന്ന് തൊട്ടാൽ മതി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൻ്റെ തീക്കനൽ തൊടുക, അതൊരു ഭാഗ്യമല്ലേ പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിൻ്റെ തീക്കനൽ തൊടട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ശാപങ്ങൾ കത്തിപ്പോകട്ടെ. പാപങ്ങളുടെ ബന്ധനങ്ങളെല്ലാം കത്തിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. ബന്ധനങ്ങൾ കത്തിപ്പോകും സ്വർഗത്തിൻ്റെ തീക്കനൽ തൊട്ടാൽ. നിങ്ങൾക്കറിയാമോ, 3 ബാലന്മാരെയാണ് തീക്കുഴിയിലേക്ക് എറിഞ്ഞത്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 ബാലന്മാരെ തീയിലേക്ക് എറിഞ്ഞു. ഈ 3 ബാലന്മാരെ തീയിലേക്ക് എറിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? ആ തീജ്വാലയ്ക്ക് 7 ഇരട്ടി ശക്തി കൊടുത്തു. അവര് അപ്പോൾ തന്നെ ദഹിച്ചു പോകേണ്ടതാണ്, തീർന്നു പോകേണ്ടതാണ്. പക്ഷേ രാജാവ് നോക്കിയപ്പോഴുണ്ട് തേജോമയന്മാരായ 4 പേര് നടക്കുന്നു. രാജാവിന് സംശയം, നമ്മൾ എത്ര പേരെയാണ് ഇട്ടത്? രാജാവ് ചോദിച്ചു. നെബൂഖദ്നേസർ രാജാവ് ചോദിച്ചു, നമ്മൾ എത്ര പേരെയാ തീയിലേക്ക് ഇട്ടത്? തീക്കുഴിയിൽ എത്ര പേരെ ഇട്ടത്? രാജാവിൻ്റെ മന്ത്രിമാർ പറഞ്ഞു, തിരുമേനി അത് 3 പേരാ. 3 പേര്. അയ്യോ, ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ഫയലിൽ പേരുണ്ടല്ലോ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ഫയലിൽ പേരൊക്കെ ഉണ്ട്. ഇതാ ശരിയാ, 3 പേരാ. രാജാവ് പറഞ്ഞപ്പോഴേ, നിങ്ങൾ നോക്കി 4 പേരില്ലേ? അത് ഉണ്ടല്ലോ തിരുമേനി, 4 പേര്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ സ്വർഗത്തിലെ തീക്കനൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം തന്നെ തൻ്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നടക്കും. ഈ തീക്കുഴിയിൽ വീണാലെന്ത് മോനെ? ആരെല്ലാം നിന്നെ വെറുത്താലെന്ത് മോളെ? ആരെല്ലാം നിന്നെ പകച്ചാലെന്ത്? സ്വന്തം ഭർത്താവ് നിന്നെ ഗവനിച്ചില്ലെങ്കിൽ എന്ത്? മക്കൾ നിന്നെ മാനിച്ചില്ലെങ്കിൽ എന്ത്? യൗവനക്കാരാ, നിൻ്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ചാലെന്ത്? ദൈവത്തിന് സ്തോത്രം. അവൾ സ്നേഹം തേടിയും അവൾ സൗന്ദര്യം തേടിയും വേറെ എവിടെയെങ്കിലും പോയാലെന്ത്? നീ ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അവളെയും രൂപാന്തരപ്പെടുത്താൻ, മോളെ, നിൻ്റെ ഭർത്താവിനെയും രൂപാന്തരപ്പെടുത്താൻ യേശുക്രിസ്തു മതിയായവനാണ്. തീ ഒന്ന് തൊട്ടാൽ മതി. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിന് തീ ഒന്ന് തൊട്ടാൽ മതി. 4 പേര് ആ തീയിൽ കൂടി നടക്കുന്നു. അത്ഭുതം നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതിശയം നടക്കുന്നു. ഒരു കരികോണം പോലും അവർക്ക് ഏശിയിട്ടില്ല. അവരെ പുറത്തേക്ക് വരുത്തിയപ്പോൾ 4-മത്തെ ആളെ കാണുന്നില്ല. 3 പേര് മാത്രമേ പുറത്തു വരുന്നുള്ളൂ. 4-മത്തെ ആൾ ആര്? നിത്യനായ ദൈവം അയച്ച സ്വർഗത്തിലെ ദൂതൻ. ദൈവത്തിന് സ്തോത്രം. 3 പേര് വന്നു. ഒരു കരികോണം പോലും ഏശിയിട്ടില്ല. പക്ഷേ അവർക്ക് എന്ത് ഏശി? അവരുടെ മേലുണ്ടായിരുന്ന ആ കെട്ടുകൾ അങ്ങ് കത്തിപ്പോയി.
കെട്ട് കത്തിപ്പോകാൻ നല്ലതാണ് ചില തീക്കുഴികൾ. ദൈവത്തിന് സ്തോത്രം. കെട്ടുകൾ കത്തിപ്പോയി, ബന്ധനങ്ങൾ കത്തിപ്പോയി. ദൈവ പൈതലേ, നീ ഇത് കേൾക്കുമ്പോൾ ഓർക്കൂ, ജീവിതത്തിൽ ബന്ധനങ്ങൾ കത്തിപ്പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ നിന്നെ തൊടണം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ തീ നിന്നെ തൊടട്ടെ. കഷ്ടതയുടെ തീയിൽ കൂടി നടക്കുമ്പോൾ, നിന്റെ പ്രയാസങ്ങളുടെ തീച്ചുളയിൽ കൂടി പോകുമ്പോൾ, ഈ ആദരങ്ങളുടെ തീച്ചുളയിൽ കൂടി പോകുമ്പോൾ, ദുരിതങ്ങളുടെ തീച്ചുളയിൽ കൂടി പോകുമ്പോൾ, പ്രതിസന്ധികളുടെ തീച്ചുളയിൽ കൂടി പോകുമ്പോൾ, രോഗങ്ങളുടെ തീച്ചുളയിൽ കൂടി പോകുമ്പോൾ, വലിയ വലിയ ഞെരുക്കങ്ങളുടെ തീച്ചുളയിൽ കൂടി പോകുമ്പോൾ, പ്രിയപ്പെട്ടവനെ നീ കേൾക്കൂ, മകളെ നീ വിശ്വസിക്കൂ, തീച്ചൂള നല്ലതാണ്. നിന്റെ ചില ബന്ധനങ്ങൾ കത്തിപ്പോകാൻ തീച്ചൂള നല്ലതാണ്. വിശ്വസിക്കൂ, തീച്ചൂള നിന്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ കത്തിച്ചു കളയും. നിന്റെ ജീവിതത്തിലെ ചില ഭാരങ്ങൾ മാറ്റിക്കളയും. നിന്റെ ജീവിതത്തിലെ ചില പാപങ്ങൾ കത്തിച്ചു കളയും. നിന്റെ കുടുംബത്തിന്മേലുള്ള ചില തലമുറകളായുള്ള ശാപങ്ങൾ കത്തിച്ചു കളയും. പൈശാചിക ബാധകൾ കത്തിച്ചു കളയും. ശത്രു ഒരുക്കുന്ന കെണികൾ നശിപ്പിച്ചു കളയും. പിശാച് വെച്ചതായ വലകൾ കത്തിച്ചു കളയും. ഓർക്കൂ, യേശു നിന്റെ ജീവിതത്തിലേക്ക് വരട്ടെ. സ്വർഗത്തിന് തീക്കനൽ നിന്നെ തൊടട്ടെ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിന് തീജ്വാല ഒന്ന് തൊടട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അവകാശം തരുന്നവനാണ്. എന്താണ് അവകാശം? ഏറ്റവും വലിയ വാഗ്ദത്തം. എൻ്റെ കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ്, അതാണ് നമുക്കുള്ള വാഗ്ദത്തം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം, തീയുടെ വാഗ്ദത്തം നിങ്ങൾക്ക് വേണമോ? വാഗ്ദത്തം കിട്ടിയാൽ മതിയോ? ഇന്ന് ആ വാഗ്ദത്തം അനുഭവമാക്കണ്ടേ? വേണ്ടേ? നിങ്ങൾ ചിന്തിക്കൂ, എനിക്കിത് അനുഭവമായോ? പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് എന്നിൽ വാഴുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. അവിടെ പാപമുണ്ടോ? എന്നാൽ പരിശുദ്ധാത്മാവില്ല. എന്ന് പറഞ്ഞു തരാം. പാപമുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് വസിക്കാൻ ഒക്കുകയില്ല. വ്യക്തമാണത്. പാപമുള്ളിടത്ത് പരിശുദ്ധാത്മാവ് വസിക്കുകയില്ല. വഴക്കുണ്ടോ? പിണക്കമുണ്ടോ? വൈരാഗ്യമുണ്ടോ? ചീത്ത വേണ്ടാത്ത സ്വഭാവങ്ങളുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവിടെ മ്ലേച്ഛതകളുണ്ടോ? മാലിന്യങ്ങളുണ്ടോ? അശുദ്ധിയുണ്ടോ? കോപമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദ്രവ്യാഗ്രഹമുണ്ടോ? സ്വാർത്ഥതയുണ്ടോ? നോക്കിയാൽ മതി. സ്ഥാനമോഹമുണ്ടോ? അവിടെ തൊഴുത്തിൽ കുത്തുണ്ടോ? നോക്കിയാൽ മതി. ഉണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവില്ല. വ്യക്തമാണ്. നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട. കുറച്ച് പരിശുദ്ധാത്മാവും കുറച്ച് പിശാചും കൂടെ ഒരുമിച്ച് ഒരാളുടെ ഹൃദയത്തിൽ വസിക്കുകയില്ല. ഒന്നുകിൽ പിശാച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഓർത്താൽ മതി, ചിന്തിച്ചാൽ മതി, തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. സംശയിക്കേണ്ട. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം ബോധം കിട്ടി? എന്നിൽ ദുരാത്മാക്കളുണ്ട്, എന്നിൽ പിശാചിൻ്റെ ആത്മാവുണ്ട്, എന്നിൽ പാപമുണ്ട്. നിങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ ഇനി നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. മറ്റൊന്നും വേണ്ട. നിങ്ങൾ വളരെ വേഗം കർത്താവിനോട് പറയണം, കർത്താവേ മതി മതി മതി, കർത്താവേ മതി, എനിക്ക് ഈ ദുരാത്മാക്കളുമായുള്ള വേഴ്ച മതി, ദുരാത്മാക്കളോട് കൂടിയുള്ള കൂട്ട് മതി. കർത്താവേ, ഞാൻ വലഞ്ഞു, ഞാൻ നരകത്തിലാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നരകത്തിൻ്റെ ഭീകരതയിലാണ്, നരകത്തിൻ്റെ ഉരുക്കുമുഷ്ടിയിലാണ്. കർത്താവേ, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. എനിക്ക് എൻ്റെ കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം. എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷക, നീ ക്രൂസിൽ തിരക്തം ചിന്തിയത് എൻ്റെ ഉള്ളത്തിലേക്ക് വരാനല്ലേ? എൻ്റെ ഹൃദയത്തിൽ വാഴാനല്ലേ? എന്നെ ഒരു മനുഷ്യനാക്കി തീർക്കാനല്ലേ? എന്നെ ഒരു ആത്മീയനാക്കി തീർക്കാനല്ലേ? എന്നെ ഒരു ആത്മീയനാക്കി തീർക്കുകയല്ല, എന്നെ ഒരു ദൈവീകനാക്കി തീർക്കാനല്ലേ? കർത്താവേ, ലോകത്ത് ജീവിക്കുമ്പോൾ ലൗകികമായിരിക്കുമ്പോൾ തന്നെ ദൈവീകനാക്കാൻ നിത്യനായ ദൈവപുത്ര, നീ ക്രൂസിൽ മരിച്ചു, ഞാൻ വിശ്വസിക്കുന്നു. അതിനായി എന്നെ ദൈവീകനാക്കാനുള്ള നിന്റെ യത്നമാണ് ക്രൂസിലെ ത്യാഗമരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ഞാനിതാ എന്നെ മുഴുവനായി നിനക്ക് തരുന്നു. എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവ് നിന്റെ കരങ്ങളിലേക്ക് ഞാനിതാ വയ്ക്കുകയാണ്. എന്നെ നീ തൊടണമേ. ഇപ്പോൾ തന്നെ നിന്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേലും തൊഴുമോ? കർത്താവേ, നെറ്റിമേൽ നിന്റെ തിരരക്തം ഒരു തുള്ളി പുരട്ടുമോ? യേശുവേ, നിന്റെ തിരരക്തത്തിൽ എല്ലാം കത്തിപ്പോകും നീ അറിയുന്നു. തിരരക്തത്തിൽ എല്ലാം കഴുകിപ്പോകും നീ അറിയുന്നു. സ്വർഗീയ വാഗ്ദത്തം എൻ്റെ മേൽ പകരണമേ. സ്വർഗീയ അവകാശം എൻ്റെ മേൽ പകരണമേ. സ്വർഗത്തിൻ്റെ അത്ഭുത കൃപകൾ എൻ്റെ മേൽ പകരണമേ. ജീവനുള്ള ദൈവമേ, എന്നെ നീ തൊടണമേ. എൻ്റെ ബാധകൾ മാറ്റണമേ. എൻ്റെ അഴുക്കുകൾ മാറ്റണമേ. എൻ്റെ ദുശ്ശീലങ്ങൾ മാറ്റണമേ. അശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം മാറ്റണമേ. ഏറ്റവും ഹീനമായ, ഏറ്റവും മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പൊട്ടിമുളച്ചു വരുന്നത് മുളയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ. ഹൃദയത്തെ ശുദ്ധമാക്കണമേ. കോപവും ക്രോധവും വാശിയും വൈരാഗ്യവും പകയും വിദ്വേഷവും പ്രതികാര ചിന്തയും എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറുവാൻ തക്കവണ്ണം യേശുവേ, നിന്റെ തിരരക്തം ഒരു തുള്ളി എൻ്റെ ഹൃദയത്തിൽ പുരട്ടണമേ. എൻ്റെ തലച്ചോറിൽ
പുരട്ടണമേ, എൻ്റെ മേൽ നിന്റെ രക്തം പകരണമേ, എന്നെ കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ മേൽ നിന്റെ ആത്മാവിനെ പകരണമേ, പരിശുദ്ധാത്മാവിന് തീ എൻ്റെ മേൽ പകരണമേ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി എൻ്റെ മേൽ ഒഴുകണമേ, എന്നെ നീ എഴുന്നേൽപ്പിക്കണമേ, എന്നെ നീ വിശുദ്ധീകരിക്കണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ, നിന്റെ സ്വർഗീയ രാജ്യത്തിന്റെ അവകാശത്തിന് വേണ്ടി എന്നെ നീ ഒരുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം, സ്നേഹത്തിൻ്റെ സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ക്രൂസിൽ ഞങ്ങൾക്ക് വേണ്ടി തിരക്തം ചൊരിഞ്ഞ രക്ഷക, അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, നിൻ്റെ മക്കളുടെ മേൽ തൃക്കരം വയ്ക്കണമേ, ആശ്വസിപ്പിക്കണമേ, സൗഖ്യമാക്കണമേ, ബലം നൽകണമേ, പുതുശക്തി പകരണമേ, പുതിയ കൃപകൾ തരണമേ. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ നാഥൻ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. കർത്താവെ, ഈ വാക്കുകളെ കേട്ട് അനേകം പേര് രോഗികളായിട്ടുണ്ടല്ലോ കർത്താവെ, മനസ്സ് നൊന്തിരിക്കുന്നവരുണ്ടല്ലോ കർത്താവെ, കുടുംബസമാധാനം ഇല്ലാത്തവരുണ്ടല്ലോ കർത്താവെ, പാപത്തിൽ വീണുപോയവരുണ്ടല്ലോ കർത്താവെ, പാപച്ചേറിൽ മുങ്ങിപ്പോയവരുണ്ടല്ലോ കർത്താവെ. ഈ മക്കളെ എല്ലാം അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ, എല്ലാവരെയും ഉദ്ധരിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ, സ്വർഗ്ഗരാജ്യത്തിന് വേണ്ടി ഒരുക്കണമേ, നിത്യ അവകാശത്തിന് വേണ്ടി ഒരുക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.